എടാ ദിസ് ഈസ് ഇതിൻ. എടാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ജാപ്പനീസ് പടമായിട്ടുള്ള റിമെമ്പർ ദ ലാസ്റ്റ് നൈറ്റ് കണ്ടതിന് ശേഷം എപ്പോഴും നെറ്റ്ഫ്ലിക്സിലല്ലേ ഒരു ചേഞ്ചിനായിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയപ്പോഴേക്കും അവിടെ ഞാൻ ചന്ദ്രോത്സവം കിടക്കണുണ്ട്. അങ്ങനെ ഞാനത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ റീവാച്ച് ചെയ്യുന്നത്. കൊച്ചിലെ കണ്ടതാണ്. കുറേ ഒന്നും എനിക്ക് ഓർമ്മകൾ പോലും ഇല്ല. ചില സീൻസുകളൊക്കെ അവിടെ അറിയാമെന്നൊക്കെ അല്ലാതെ വലിയ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ പടം കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിരുന്നു. ആ പടം എങ്ങനെ ഇത് പൊട്ടി എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യ ചോദ്യം. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയണമെന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ തിരിച്ചു പോകുമ്പോൾ ജഗദീഷിൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്. അതായത് റിയാലിറ്റി അതുപോലെ എഴുതണ്ട, സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണ് എഴുത്തുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതുപോലുള്ള കുറേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാ ലൈക്ക് ഒന്ന് കുറച്ച് ശ്ലോകങ്ങളൊക്കെ പറയുമെന്ന് പറയില്ല. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഫീലാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ലൈക്ക് ആ ഒരു നാട്ടിൻപുറം റോഡ് ടാറിടാത്ത ആ ഒരു വഴി, അല്ലെങ്കിൽ അത്രയും ഒതുങ്ങിക്കൂടിയ കുറച്ച് സ്ഥലങ്ങൾ, ആ ഒരു നാട്ടുകാർ, പിന്നെ ഓഫ് കോഴ്സ് മലയാളത്തിൽ തന്നെ മുമ്പുണ്ടായിരുന്ന കിടിഞ്ഞ ആക്ടേഴ്സ് ലൈക്ക് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, അങ്ങനെ ഓരോരുത്തർ. സോ അങ്ങനെ ഒരിക്കൽ കൂടെ എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. പിന്നെ എല്ലാത്തിലും ഉപരി ലൈക്ക് എന്തുവാ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ത്യാഗരാജൻ മാസ്റ്ററിൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്നത്തെ ആ ഒരു ടൈം പോലെ അല്ല. എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ ആ ഒരു അടികളെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇടയ്ക്ക് ഒരു സീനുണ്ടല്ലോ, അതായത് മറ്റേ തലയിൽ കെട്ടൊക്കെ വെച്ച് വരണമെന്ന് വെച്ചാൽ ആ സമയത്തുള്ള ഒരു ഓറ എന്നൊക്കെ പറഞ്ഞാൽ മോനെ കിടിലം ഓറ. അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അയവർക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എനിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു പോയം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു പടം പോണത് എന്ന് പറഞ്ഞാൽ ആ ഒരു നഷ്ടപ്രണയവും അത് തിരിച്ചു വരണതും എല്ലാം ഒക്കെ. പിന്നെ വിട്ടുപോയ കുറേ കാര്യങ്ങൾ കാണുമായിരിക്കുമെങ്കിൽ പോലും തൽക്കാലത്തേക്ക് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം താങ്ക് യു.